ഒഴിച്ച്. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന വാക്ക് emptied himself, കാലിയാക്കുന്ന, തന്നെത്താൻ ഒഴിച്ച്. അതിനകത്ത് ഒരു പ്രത്യേകത, ഒരു ദാസരൂപം എടുത്തു. ആ ദാസരൂപം എന്നുള്ള വാക്ക്, അതിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു അടിമ എന്നുള്ള വാക്കിന്റെ സെയിം അർത്ഥമുള്ള ഡൂലോസ് എന്നുള്ള ഗ്രീക്ക് വാക്ക, അടിമ എന്നുള്ള അർത്ഥമുള്ള സെയിം ഇതാണ്. ഒരു ദാസരൂപം എടുത്തു. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. മനുഷ്യനായിത്തീരുന്നു. അവിടെ ജലശരീരം മനുഷ്യന്റെ രൂപത്തിൽ തന്നെ ഒരു കുഞ്ഞായിട്ട് തന്നെ ജനിച്ചു, അനുഭവിച്ച ആ കഷ്ടതയും പ്രയാസവും എല്ലാം അനുഭവിച്ച് വളർന്നു വന്നു. എംപ്റ്റിങ്, കാലിയാക്കുന്ന ഒരു അനുഭവം. ദാസരൂപം. എംപ്റ്റിങ് എന്നുള്ളൊരു വാക്കൊന്ന് ചിന്തിക്കാം ഒരു നിമിഷം. ഞാന് മലയാളത്തിൽ കാലിയാക്കുമെന്ന് പറഞ്ഞ് അത് ശരിയായിട്ടുള്ള തർജ്ജമയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇംഗ്ലീഷിൽ അതാ അതിന്റെ അർത്ഥം, എംപ്റ്റീഡ് ഹിംസെൽഫ്. ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ഒക്കാത്തൊരു കോൺസെപ്റ്റാണ്. ഞാനത് റിവേഴ്സായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു മൈക്ക് മനുഷ്യര് ഉണ്ടാക്കിയ മൈക്കായത്. ഈ മൈക്കിന് മനുഷ്യരെ മനസ്സിലാക്കാൻ ഒക്കുമോ? ഞാനൊന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ മൈക്രോഫോണിന് മനുഷ്യരെ മനസ്സിലാക്കാൻ ഒക്കും? അതിനകത്ത് മെറ്റലുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, വയേഴ്സ്, റബ്ബറിന്റെ വയറും എല്ലാം ഉണ്ട്. ഇതിന് മനസ്സിലാക്കാൻ ഒക്കുമോ? ആ ചോദ്യം ചോദിക്കുമ്പോൾ മിക്കവാറും ആ ചോദ്യത്തിന് ഉത്തരം പോലും നമ്മൾ പറയത്തില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മൾ പറയും ആ ചോദ്യം തന്നെ ഇൻവാലിഡാ. ആ ചോദ്യം പോലും ഇൻവാലിഡാ. ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായി? അത് ചോദിക്കേണ്ട ചോദ്യമേ അല്ല. ഒരു മനുഷ്യനെ വേറെ ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ നോക്കുമോ? അങ്ങനെ ചോദിച്ചാൽ ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്, ആ ചോദ്യത്തിന് എന്തെങ്കിലും റിയാലിറ്റി ഉണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മൾ അങ്ങ് ചോദിക്കുക. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നമ്മൾ പറയും എന്തോ ചോദ്യമാ, ഒരു ഫൂളിഷ് ആയിട്ടുള്ള ചോദ്യം അല്ലയോ എന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ നോക്കുമോ? നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധ്യമാണോ? അതേ ചോദ്യം നമ്മൾ ചോദിക്കും. ഇത് എന്തോ ചോദ്യമാ? നമ്മൾ ചോദിക്കും, എന്ത് ചോദ്യമാ? നമ്മൾ എങ്ങനെ ദൈവത്തെ മനസ്സിലാക്കാൻ സാധ്യമാണോ? അപ്പം അത്രയും അതിന്റെ കാരണം എന്തുകൊണ്ടാ? മനുഷ്യനും ദൈവമുള്ള വ്യത്യാസം, ആ ഗ്യാപ്പ്, ഭയങ്കര ഗ്യാപ്പാ. മനുഷ്യൻ ഉണ്ടാക്കുന്ന സാധനവും തമ്മിലുള്ള ആ ഗ്യാപ്പ്, ഭയങ്കര ഗ്യാപ്പ്. അപ്പൊ ലോജിക്കലി നമ്മൾ പറയും ആ ക്വസ്റ്റ്യൻ ഇൻവാലിഡ് ആയിട്ടൊരു ക്വസ്റ്റ്യനാ, ലോജിക്കൽ ഫാലസിയാ. ആ ചോദ്യം ചോദിക്കാൻ പോലും പാടില്ല. അതേപോലെ നമ്മളും ദൈവമായിട്ടുള്ള ആ ഒരു വ്യത്യാസത്തിന്റെ അകൽച്ച ഭയങ്കരമായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോലും ഒക്കത്തില്ല. അങ്ങനാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ദൈവം അതിന്റെ റിവേഴ്സായിട്ട് ചിന്തിക്കുക, ദൈവം ഒരു മനുഷ്യനായിട്ട് ആകുവാന്ന് ചിന്തിച്ചാലോ? ഞാൻ നാളെ തൊട്ട് ഒരു നൊട്ടേഷൻ സ്റ്റാൻഡ് ആയിത്തീരാൻ ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞാലോ? നിങ്ങൾ പറയും, അയ്യോ ഇദ്ദേഹത്തെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണമെന്ന് ചോദിക്കും, അല്ലേ? ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കാണിക്കണം, പുള്ളിക്ക് അതിന്റെ കാര്യമായിട്ടൊരു പ്രശ്നം ഉണ്ടെന്ന് പറയും. കാരണം നമുക്ക് ചിന്തിക്കാൻ പോലും അത് ലോജിക്കലി ഇംപോസിബിൾ ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ പറയുക. ഞാനല്ല. ശ്രദ്ധിച്ചോണേ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ വ്യക്തിത്വം പോലും എടുത്ത് കളയണം. ഞാൻ ഇതായിത്തീരണമെങ്കിൽ എൻ്റെ ഹ്യൂമാനിറ്റിയെ ഞാൻ എടുത്ത് കളയണം.
ഞാൻ എൻ്റെ സെൽഫ് വർത്ത്, എൻ്റെ വാല്യൂ എടുത്ത് കളയണം. നമുക്കറിയാമല്ലോ, നമ്മളെ അറിയാമെന്ന് ആരെങ്കിലും നമ്മളെ കണ്ടിട്ട് കാണാത്ത പോലെ നടന്നു പോയാലേ നമ്മുടെ ഉള്ളിൽ എന്ത് പറ്റും? ഭയങ്കര വേദനയായിരിക്കും അല്ലേ? ആരെങ്കിലും അടി അടിച്ചിട്ട് പോയ അത്ര വേദന എടുക്കത്തില്ല, ആ വേദന അങ്ങ് മാറിക്കോളും. ഇത് ആ വേദന ഉള്ളിൽ കിടക്കും അല്ലേ? ശരീരത്തിന് അടി കിട്ടിയാൽ വലിയ കാര്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആ വേദന അങ്ങ് പോയിക്കോളും. ഇതെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദനയായിരിക്കും. നമ്മളെ നല്ലപോലെ അറിയാവുന്ന ഒരാൾ ഏതെങ്കിലും സന്ദർഭത്തിൽ നമ്മളെ മുഖത്തോട്ട് നോക്കിയിട്ട് നടന്നു പോയാൽ നമ്മുടെ ഉള്ളിൽ ഭയങ്കര വേദനയാണ്. അതിൻ്റെ കാരണം എന്തുകൊണ്ടാ? അത് അടിയേക്കാട്ടിലും വേദനയാണ്. എന്തുകൊണ്ടാ? നമ്മുടെ വാല്യൂ, നമ്മുടെ സെൽഫ് വർത്ത്, നമ്മുടെ വ്യക്തിത്വത്തെ ആ വ്യക്തി അങ്ങ് എന്ത് ചെയ്യുക? അവഗണിക്കുക, വിടുക. ഈ ഒരു വ്യക്തിയെ തന്നെ റിജക്റ്റ് ചെയ്യുക. ഭയങ്കര റിജക്ഷൻ്റെ ആഴമായിട്ടുള്ള ഒരു ലെവലിലത്. അപ്പം ഞാൻ ഒരു ഐറ്റം, എന്തെങ്കിലും ഒരു സാധനമായി തീരണമെങ്കിൽ എൻ്റെ വ്യക്തിത്വം പോലും ഞാൻ കളയുക. അത് ഒഫെൻസീവായിട്ടുള്ളൊരു ചിന്തയാണ്, ചിന്തിക്കാൻ പോലും ഒക്കാത്ത കാര്യം പോലെ. ഇനിയും യേശുവിൻ്റെ കാര്യത്തിലോട്ട് വരട്ടെ. ദൈവം ഒരു സൃഷ്ടിയായി തീരുവാന്ന് പറഞ്ഞാൽ, എനിക്കറിയാം വേദശാസ്ത്രന്മാർ ഈ കെനോസസ് എന്നുള്ള വാക്ക്, എംറ്റിങ് അല്ലെങ്കിൽ ഒഴിച്ചു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് ആർട്ടിക്കിൾസ് എഴുതിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കാൻ. എന്നാൽ എൻ്റെ ഒരു ചെറിയൊരു ചിന്ത മാത്രം പറഞ്ഞോട്ടെ. നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല ദൈവം ഒരു മനുഷ്യനായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് പോലും അത് ഒഫെൻസീവ് അല്ലയോ? നമ്മൾ ഒരാഴ്ചത്തേക്ക് ഒരു സ്റ്റാൻഡ് ആയിത്തീരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുക, ഇത് എന്തുവാ, നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? അത് ഒഫെൻസീവ് അല്ലയോ? അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലുമാ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയായിട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഇത്രയും താന്ന ഒരു ലെവലിലോട്ട് ദൈവം ഇറങ്ങി ചെല്ലുക. അതുകൊണ്ടാ എംറ്റിങ് എന്നുള്ള വാക്ക് എന്ന് എൻ്റെ ചിന്ത. ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു ചെറിയൊരു ചിന്ത ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പം നമ്മൾ ചിന്തിക്കും, ഇതിനെക്കുറിച്ചെല്ലാം ക്ലാരിറ്റി ഇല്ലയോ? വചനത്തെക്കുറിച്ചെല്ലാം ക്ലാരിറ്റി നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് അറിയത്തില്ലയോ? ഞാൻ പറയാം, നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ടു മച്ച്. വചനമോ തീർച്ചയായിട്ടും നമുക്ക് മനുഷ്യർക്ക് എത്രയും മനസ്സിലാക്കാൻ നോക്കുമോ അത്രയും മാത്രം വചനത്തിൽ നമുക്ക് തന്നേക്കുക. സ്തോത്രം. ഇതുപോലെ നമ്മൾ മനസ്സിലാക്കാൻ പാടുപെടുക. അപ്പം നമ്മുടെ ബ്രെയിനിന് ഗ്രഹിക്കാൻ ഒക്കുന്നതിനപ്പുറമാണ് ദൈവം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം 2 കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, വളരെ സിമ്പിളായിട്ട് 2 കോൺസെപ്റ്റ്. ഒന്ന്, the word became flesh. വചനം ജഡമായിട്ട്, ഫ്ലഷായിട്ട്, മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. അത് യേശു ക്രിസ്തുവിൽ ഏകദേശം 2000 വർഷം ബേത്ലഹേമിൽ ഒരു കുടുംബത്തിൽ, ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കുഞ്ഞായിട്ട് യേശു ഇറങ്ങി വന്നു. സ്തോത്രം. രണ്ടാമത്, യേശു he emptied himself, തന്നെത്താൻ ഒഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പോലും ഒക്കെ, നമുക്ക് ചിന്തിക്കാൻ പോലും ഒക്കെ തന്നെ നമ്മളല്ലാതെ എന്തെങ്കിലും ആയിത്തീരുവാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ നോക്കത്തില്ല. സ്തോത്രം. നമ്മുടെ ഹ്യൂമാനിറ്റിയെ പോലെ നമ്മൾ അവഗണിക്കുക, അതില്ലാതാക്കുക. അത് നമ്മുടെ വ്യക്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ചിന്തിക്കുക, ദൈവം ഇറങ്ങി വന്ന് ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനെ പോലെ ഒരു മനുഷ്യനായിട്ട് വന്ന് ജീവിക്കുവാണെങ്കിൽ അതൊരു ഭയങ്കര ചിന്തയാണ്. ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാവേണ്ട ഒരു കാര്യം ഇതാണ്. തീർച്ചയായിട്ടും ദൈവം മനുഷ്യനായിട്ട് വന്നു, എന്നാലും ദൈവം തന്നെയായിട്ട് നിലനിന്നു. യേശു ദൈവമായിരുന്നു, യേശു ഒരു മനുഷ്യനും ആയിരുന്നു. 100% ദൈവമായിരുന്നു, 100% മനുഷ്യനുമായിരുന്നു. 100% മനുഷ്യനല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ ഒക്കും എന്ന് പറയാനൊക്കത്തില്ല. സ്തോത്രം. 100% മനുഷ്യനായിരുന്നു, 100% ദൈവമായിരുന്നു അതേ സമയത്ത് തന്നെ. അതതിൻ്റെ പ്രത്യേകത, ഒരു യാഥാർത്ഥ്യം നമ്മളത് മനസ്സിലാക്കണം. അത് വചനത്തിലെ അടിസ്ഥാനത്തിൽ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയാൻ
ഇപ്പോൾ സമയമില്ല. ഇപ്പൊ 2 കോൺസെപ്റ്റ്സ്. ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം: എന്തുകൊണ്ട് ദൈവം ഒരു മനുഷ്യനായി തീർന്നു? വായ്. എന്തുകൊണ്ട് മനുഷ്യനായി തീർന്നു? ദൈവത്തിന് അവിടുന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു കൽപ്പന അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചപ്പോൾ എന്ത് ചെയ്തു? തൻ്റെ വാക്കുകൊണ്ടല്ലയോ? എല്ലാം തൻ്റെ വാക്കുകളുണ്ടാ. മനുഷ്യനെ നിർമ്മിച്ചത് ദൈവത്തിൻ്റെ കരം കൊണ്ടാ. എന്നാലും ആ നിർമ്മിച്ച സാധനം എന്തുവാ? വാക്കുകൊണ്ട് പറഞ്ഞതും കൊണ്ടല്ലയോ? അല്ലേ? ആ മണ്ണ് അത് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴുണ്ടായതാ. അപ്പം ഉള്ളതെല്ലാം ദൈവം ഒരു വാക്കുകൊണ്ട്, ഒരു കൽപ്പന കൊണ്ട് മാത്രം സൃഷ്ടിച്ചു. അത് മതി ദൈവത്തിന്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ പോരായിരുന്നോ? ഈ ചോദ്യത്തിന്റെ അർത്ഥമായിട്ട് ഉത്തരമായിട്ട് 2 കാര്യങ്ങൾ പറയാൻ താല്പര്യം. 1, ദൈവം മനുഷ്യർക്ക് ദൈവത്തെ തന്നെ ഒന്ന് റിവീൽ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നോക്കുമോ? പാടുപെടും. മറ്റുള്ളവർക്ക് എന്നെ മനസ്സിലാക്കാൻ നോക്കുമോ? പ്രയാസമാ. അതേപോലെ തന്നെ മറ്റുള്ളവരെ നമ്മൾ നോക്കിയിട്ട് പറയും അവർക്കൊരു പ്രശ്നമില്ല. ഇവരെ കണ്ടിട്ട് ഒരു പ്രയാസവും ഇല്ലല്ലോ. എനിക്കാ പ്രയാസം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ പറയാൻ മടിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പറയും ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, അവർ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ശരി, എന്നിട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ദൈവത്തോട് പറഞ്ഞോളാം, അല്ലേ? നമ്മൾ യഥാർത്ഥമായിട്ട് ഒന്ന് മനസ്സിലാക്കണം ദൈവത്തെ. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യനെ കൂടെ ആ ദൈവത്തെ മനസ്സിലാക്കുന്നത് യേശു ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഷോ us the Father, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. അപ്പൊ യേശുവിന്റെ ഉത്തരം എന്തുവാ? നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ നിങ്ങൾ പിതാവിനെ കണ്ടു, അത് മതി. അങ്ങനാണോ? അത്രയും തുല്യമാണോ? അത്ര ഈക്വൽ ആണോ? അതെ, നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടു. അപ്പം ശിഷ്യന്മാര് പിതാവിനെ കണ്ടു. എങ്ങനെ? യേശുവിനെ കണ്ടതുകൊണ്ട് പിതാവിനെ കണ്ടു. അതുകൊണ്ടല്ലോ യേശു പറഞ്ഞത് നിങ്ങൾ എന്നെ കണ്ടെങ്കിൽ പിതാവിനെ കണ്ടു. ഞാനിത് പറയുന്നത് ആരെയും കൺഫ്യൂസ് ചെയ്യാനല്ല. എന്നാലും ചില അടിസ്ഥാനപരമായിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച്, ക്രിസ്മസ് അടുത്ത് വരുക, ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ഒരു ക്രിസ്മസ് എന്ന് മാത്രം പറയാൻ വേണ്ടിയല്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നാലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഉണ്ടായിരുന്നു. ലോകസ്ഥാപനത്തിൻ്റെ സമയം തൊട്ടേ ദൈവം ആലോചിച്ച ചില കാര്യങ്ങളായിരുന്നു. കാരണം ദൈവത്തിന് അറിയാം മനുഷ്യൻ്റെ ആ വീക്ക്നെസ് മുഖാന്തരം സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തുവാ ദൈവം അറിയാമെന്നുകൊണ്ട് അന്നേ അത് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ പ്ലാൻ ഇതാണ്, മനുഷ്യർക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ. ഓർക്കുന്നോ, യേശു ഒരു പ്രാവശ്യം പറഞ്ഞു ശിഷ്യന്മാരോട്, ഒരു കഥ പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ വിശന്നിരുന്നപ്പോൾ, ഞാൻ രോഗിയായിരുന്നപ്പോൾ, ഞാൻ കഷ്ടതയായിരുന്നപ്പോൾ, ഞാൻ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ എന്നെ വന്ന് കണ്ടു. ചിലരോട് പറയും എന്നെ കണ്ടില്ല. അപ്പൊ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ എന്നാ അങ്ങേ കാരാഗൃഹത്തിൽ കണ്ടത്? ഞങ്ങൾ എന്നാ അങ്ങക്ക് ആഹാരമില്ലാതെ കണ്ടത്? പ്രയാസത്തിലായിരിക്കുന്നത് ഞങ്ങൾ എന്നാ ഇത് കണ്ടത്? അപ്പൊ യേശു പറഞ്ഞു, ഈ ചെറിയവരിലെ ആരെങ്കിലും ഒരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തിരിക്കുന്നു. അനേകര് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, കഷ്ടതയിലായിരിക്കുന്നവർക്ക്, പാവങ്ങൾക്ക്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു. വചനത്തിലും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയുള്ളവരെ സഹായിക്കുമ്പോൾ ദൈവത്തിന് കടം കൊടുക്കുക എന്ന് പറയുന്നല്ലേ. ഈ ഓഫനേജിന്റെ കാര്യമൊക്കെ പറയുമ്പോഴുണ്ടല്ലോ, ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബൈബിൾ പറഞ്ഞേക്കും ദൈവത്തിന് നമ്മൾ കടം കൊടുക്കണം. അപ്പം അത് ആ കോൺസെപ്റ്റ് തന്നെ ഭയങ്കരം. ഞാൻ ആരെ ദൈവത്തിന് കടം കൊടുക്കാൻ, അല്ലേ? സ്തോത്രം. നമ്മൾ ആർക്കെങ്കിലും കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. ഇപ്പം പറയുക, ഞാൻ മുകേഷ് അംബാനി എന്നോട് ഒന്ന് കടം ചോദിച്ചെന്ന് പറഞ്ഞാലേ ചിരിക്കുമല്ലേ?
ഞാനെന്തോ കടം കൊടുക്കാനാ? ഞാനിപ്പോൾ 1000 രൂപ കൊടുക്കുമോ പുള്ളിക്ക്? ഞാനെന്തോ കൊടുക്കാനോ പുള്ളിക്ക്? ചിന്തിക്കാൻ പോലും ഒക്കാത്ത കോൺസെപ്റ്റാ. ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ദൈവത്തിന് കടം കൊടുക്കും. ടോണി കാമ്പോളോ എന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് മുഖാന്തരം മറ്റു പലരും അദ്ദേഹത്തെ ഒത്തിരി ചോദ്യം ചെയ്തു, ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റാ. പുള്ളി പറഞ്ഞു, ഒരു അനാഥനായിട്ടൊരു കുഞ്ഞിന്റെ കണ്ണിലോട്ട് നോക്കുമ്പോൾ കാണുന്ന എന്തുവാണെന്നറിയുമോ? ഞാൻ യേശുവിനെയാ കാണുന്നത്. പുള്ളിക്ക് ഒത്തിരി പ്രശ്നമുണ്ടായി. ആൾക്കാർ ചോദ്യം ചോദിച്ചു, അത് യേശു ആണോ എന്ന് പറഞ്ഞുള്ള വിഷയങ്ങളുണ്ടായി. എന്നാലും പുള്ളി ആ കോൺസെപ്റ്റ് എടുത്തു പറയുമായിരുന്നു. ദൈവം ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു നമുക്കും മനസ്സിലാക്കാൻ. ദൈവത്തിന് മനസ്സിലാക്കാൻ വേണ്ടി അന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് നമ്മളെ മനസ്സിലാക്കാം, നമുക്കും മനസ്സിലാക്കാൻ ഒരവസരം. രണ്ടാമത്, എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു? രണ്ടാമത്തെ കാരണം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ, ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21. മത്തായി 1:21. അതെടുക്കുമ്പോൾ തന്നെ ഞാൻ 1-2 കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജനങ്ങളുടെ പാപത്തിനു വേണ്ടി മരിക്കാൻ വേണ്ടി. റോമാലേഖനം 6:21 പറയുന്നുണ്ട്, ദ വേജസ് ഓഫ് സിൻ ഇസ് ഡെത്ത്. പാപത്തിന്റെ ശമ്പളം മരണം. അതെടുത്ത് വായിക്കേണ്ട ആവശ്യമില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. എനിക്ക് ആ ശമ്പളം എന്നുള്ള വാക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അതൊരു ഗിഫ്റ്റ് അല്ല. ശമ്പളം കിട്ടുന്ന എങ്ങനെ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കിട്ടുന്നല്ലേ? പാപം ചെയ്ത് കഷ്ടപ്പെട്ട് ശമ്പളം മേടിക്കുക, മരണം. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുന്നുണ്ട്. മരണം. അപ്പം പാപത്തിന് ഒരു പരിഹാരം വരുത്തണമെങ്കിൽ മരണം ഉണ്ടായാലേ ഒക്കത്തുള്ളൂ, മരിച്ചേ പറ്റൂ. മൃഗങ്ങളുടെ മരണം പഴയ നിയമത്തില് പോരായിരുന്നു. ആ ഒരു വ്യക്തിക്ക് തന്നെ പിന്നെയും മൃഗങ്ങളെ യാഗം കഴിച്ചാൽ പോരാ. ഇപ്പൊ ഞാൻ എൻ്റെ പാപത്തിനു വേണ്ടി മരിക്കാമെന്ന് ചിന്തിച്ചാലോ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊരു ജീവിതമില്ല. ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഞാൻ മരിക്കാമെന്ന് പറഞ്ഞാലോ, ഞാൻ പറയാം, ഞാൻ ഫിലിപ്പിന്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചോളാം. ശരി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ ഒരു ജീവിതമില്ല. അപ്പൊ എൻ്റെ മരണം വാലിഡ് അല്ല വേറൊരാൾക്ക് വേണ്ടി. കാരണം ഞാൻ തന്നെ പാപി ആയതുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? എൻ്റെ പാപത്തിനു വേണ്ടി മരിക്കണം. ഞാനൊരു പാപി ആയതുകൊണ്ട് ഞാൻ എൻ്റെ പാപത്തിനു വേണ്ടി മരിക്കണം. ഞാൻ വേറൊരാൾക്ക് പാപത്തിനു വേണ്ടി മരിക്കാൻ ഒക്കത്തില്ല. കാരണം ആദ്യം ഞാൻ എൻ്റെ പാപത്തിനു വേണ്ടി മരിക്കണം. ഞാൻ എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു കഴിയുമ്പോഴത്തേക്ക് തീർന്നു, എനിക്ക് വേറെ ജീവിതമില്ല, വേറൊരു ജീവനില്ല. എന്നാലും യേശുക്രിസ്തു പാപമില്ലാത്തൊരു വ്യക്തി ആയിരുന്നുകൊണ്ട്, ശ്രദ്ധിച്ചോണേ, യേശു പാപമില്ലാതെ ജീവിച്ചോണ്ട് മറ്റുള്ളവരുടെ പാപത്തിനു വേണ്ടി യേശുവിന് മരിക്കാൻ ഒക്കും. യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ശരീരം ബലിയായിട്ട് വന്നത് പാപമില്ലാതെ ജീവിച്ചത് കൊണ്ട് അത് വാലിഡായിട്ടുള്ള ഒരു ബലിയായിരുന്നു, വാലിഡായിട്ടുള്ള ഒരു മരണമായിരുന്നു. ഞാനൊരു വേറൊരു വ്യക്തിക്ക് വേണ്ടി മരിക്കാൻ നോക്കിയാൽ അത് വാലിഡ് അല്ല. കാരണം ഞാൻ ആദ്യം എൻ്റെ പാപത്തിനു വേണ്ടി ഞാൻ മരിക്കണം. വായിക്കാം, മത്തായിയുടെ സുവിശേഷം 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. മറിയെക്കുറിച്ച് പറയുക, ഒരു മകനെ പ്രസവിക്കും, അവൻ എന്ത് ചെയ്യും? തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കും. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നറിയാമോ? നമുക്കൊരു മതം തരുവല്ലായിരുന്നു. യേശുക്രിസ്തു നമുക്ക് പുതിയൊരു സ്റ്റാറ്റസ് തരുവല്ലായിരുന്നു. ഇതൊന്നുമല്ല കേട്ടോ. യേശുക്രിസ്തു ചെയ്തത് നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുക. സ്തോത്രം. യേശുക്രിസ്തു നമ്മൾ ഇതിൽ നിന്ന് മാറ്റി, അതിൽ നിന്ന് മാറ്റി, ഈ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി, ഇതൊന്നും അല്ല. അല്ലെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി അതൊക്കെ നടന്നു കാണും. അല്ലെങ്കിൽ യേശുക്രിസ്തു യഥാർത്ഥമായിട്ട് ചെയ്തത് എന്തുവാ? നമ്മുടെ പാപത്തിൽ നമ്മളെ രക്ഷിച്ചു. ആ പാപമാ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അകച്ച കൊണ്ടുവന്നത്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ ഇടയ്ക്കൊരു ബ്രേക്ക് കൊണ്ടുവന്നത് അത് പാപമാണ്. അതുകൊണ്ട് തന്റെ ജനത്തിന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, അതിൽ നിന്ന് രക്ഷിച്ചു. യേശു തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഭൂമി വന്നത്
ഈ ലോകത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനെന്ന് വളരെ ക്ലിയർ ആയിട്ട് യേശു പറയുകയും ചെയ്തു. സ്തോത്രം. പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഒരു വാക്യം കൂടെ, അല്ല അത് വായിക്കുന്നില്ല, ഇത് മതി. സ്തോത്രം. പരിശുദ്ധാത്മാവിന് ചില കാര്യം ചെയ്യാൻ ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് സമയം എടുക്കാം. 2 കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, 2 ചിന്തകൾ. ഒന്ന്, വചനം ജഡമായി തീർന്നു. ദൈവം, നിത്യനായ ദൈവം, സൃഷ്ടിതാവായ ദൈവം ജഡമായി തീർന്നു, സൃഷ്ടിയായിത്തീരുന്നു, ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. സ്തോത്രം. രണ്ടാമത്, യേശു എന്ത് ചെയ്തു? തന്നെ തന്നെ ഒഴിച്ചു. emptied himself. ആദ്യത്തെ ആ കോൺസെപ്റ്റ് അതിന് പറയുന്നത് എന്തുവാ? ഇൻകാർണേഷൻ. ഒരു മനുഷ്യനായിത്തീർന്നു ദൈവം, ജഡമായിത്തീർന്നു. രണ്ടാമത്തെ കോൺസെപ്റ്റ് കെനോസിസ് എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഒഴിച്ചു, തന്നെ തന്നെ എംപ്റ്റി ചെയ്തു. ഞാൻ ആ പറഞ്ഞ ആ കോൺസെപ്റ്റ് ഓർത്തോണം. ഞാൻ ഈ സാധനമായി തീരണമെങ്കിൽ എൻ്റെ വ്യക്തിത്വം പോലും കളയുക. ഞാൻ ഒരു മനുഷ്യനല്ല, പിന്നെ ഞാനല്ല. അതേപോലുള്ള താന്ന ലെവലിലോട്ട് വരാൻ യേശു താല്പര്യപ്പെട്ടു. എന്തുകൊണ്ടാണെന്നറിയാമോ? എന്നെ സ്നേഹിച്ചുകൊണ്ട്, നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിൽ വേറെ ഒറ്റൊരു മനുഷ്യനും പാപികളായിട്ടില്ലായിരുന്നു. ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി മരിച്ചേനെ കേട്ടോ. നിങ്ങൾ മാത്രമേ ഈ ലോകത്തിൽ പാപിയായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് യേശു വന്നേനെ. അത്രയും ആഴമായിട്ടുള്ള സ്നേഹമുള്ളതാണ് യേശു. അവസാനം ഒരു ചോദ്യം എന്തുവാ? എന്തുകൊണ്ട് മനുഷ്യനായി തീർന്നു? എന്തുകൊണ്ട്? ഒന്ന്, തന്നെ തന്നെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ, ടു റിവീൽ ഹിംസെൽഫ് ടു ഹ്യൂമൻ ബീയിങ്സ്. നമ്മൾ ദൈവം എന്ന് പറഞ്ഞൊരു മേപ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കാവുന്ന ഒരു ഐഡിയ കിട്ടത്തില്ല, ഒരു കോൺസെപ്റ്റ് കിട്ടത്തില്ല. നമ്മുടെ മനസ്സിലൊന്ന് നമ്മുടെ മൈൻഡിലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു ഒക്കത്തില്ല. എന്നാലും നമ്മുടെ പോലുള്ള രൂപം അത് നമുക്ക് യേശുവിനെ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഏകദേശം. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് ദൈവത്തെക്കുറിച്ച് പിതാവ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, അല്ലേ? ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭർത്താവായിത്തീരുന്നു എന്ന് പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്നു, അല്ലേ? ഒരു ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, സഭയും ദൈവമായിട്ടുള്ള ബന്ധം, സഭയും യേശുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ പറയുന്നു. പുത്രനാന്ന്, സഹോദരനാന്ന്. ഇതൊക്കെ എന്തിനാ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് കാരണം അറിയാമോ? തൃത്വത്തിൽ തന്നെ പിതാവും പുത്രനും എന്നുള്ളൊരു കോൺസെപ്റ്റ്, ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദൈവം എന്നുള്ള കോൺസെപ്റ്റ് നമ്മുടെ ബ്രെയിൻ ഷോർട്ട് സർക്യൂട്ട് ആയി പോകും. അത്രയൊക്കെ ചിന്തിക്കാൻ പോയാൽ നമുക്ക് ഒക്കത്തില്ല. അത്രയും ചിന്തിക്കാനുള്ള കഴിവ് നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുന്ന താന്ന ലെവലിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുണ്ടല്ലോ, മോനെ ഇതിങ്ങനൊക്കെയാ, കൂടുതൽ ചോദിച്ചാൽ പറയും, കുഞ്ഞ് അത് പിന്നെ പറഞ്ഞു തരാം കേട്ടോ, നീ പോയി കളിച്ചോ. ആ ഒരു ലെവലിലാണ് നമുക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കാൻ ഒക്കത്തുള്ളൂ. നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നത് മനുഷ്യരെങ്ങനെയാണോ അതേ ലെവലിൽ വെച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവസരം. ഇതെന്തിനു വേണ്ടിയാ ദൈവം ചെയ്തത്? തന്റെ ജനത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കാൻ, നമ്മുടെ പാപത്തിനു വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് വയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.